സോ ഇതാണ് കാലി ഓഡിയോ IN-8 V2. സോ കാലി ഓഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ സ്ഥിരം ഭയങ്കര മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അവരുടെ LP സീരീസ് എന്ന് പറഞ്ഞ സാധനമൊക്കെ ഭയങ്കര ബഡ്ജറ്റ് റേഞ്ചിൽ ഏറ്റവും അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെന്തായാലും കേട്ടിട്ടുണ്ടാവും. സോ ഇത് വെറുതെ മാർക്കറ്റിംഗ് വെച്ചിട്ട് ആൾക്കാർ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചതാണോ അതോ ആക്ച്വലി സാധനം നല്ലതാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ സാധനം ഞാൻ ഒരു 4 to 5 മാസമായി യൂസ് ചെയ്യണം. അതുകൊണ്ട് ഒരു ലോങ് ടേം റിവ്യൂ എന്ന് ഞാൻ പറയണില്ല, ഒരു ഇനീഷ്യൽ ഇമ്പ്രഷൻ എന്നും പറയാൻ പറ്റില്ല, ഒരു റിവ്യൂ അത്രയേ ഉള്ളൂ. കാലി ഓഡിയോ എന്ന് പറഞ്ഞ കമ്പനി ഞങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാലിഫോർണിയ ബേസ്ഡ് സ്പീക്കർ കമ്പനിയാണ്. അതുകൊണ്ടായിരിക്കും കാലി എന്നുള്ള പേര്. എന്തായാലും കാലിക്കറ്റ് ആയിരിക്കില്ല. റിലേറ്റീവ്ലി ഒരു പുതിയ സ്പീക്കർ കമ്പനിയാണ്. 2018 തോന്നുന്ന ഒരു ആദ്യത്തെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത്, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. സോ അവർക്ക് 2 സീരീസ് സ്പീക്കേഴ്സ് ഉണ്ട്. ഒന്ന് LP സീരീസും ഒന്ന് IN സീരീസും. LP സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-way സ്പീക്കേഴ്സാണ്, ഒരു വൂഫറും ഒരു ട്വീറ്ററും. IN സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-way മോണിറ്റേഴ്സാണ്. അതാണിത്. സോ ഇത് IN-8 V2 ആണ്. സെക്കൻഡ് ജനറേഷൻ IN-8 ആണ്. IN-8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഇഞ്ച് വൂഫറും ബാക്കി സെയിമാണ്. IN-5 ഉണ്ട്, അത് 5 ഇഞ്ച് വൂഫറാണ് ഡിഫറൻസ്, പിന്നെ ഇത്തിരി കൂടി ചെറുതാവും, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. പിന്നെ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് ഇച്ചിരി ചില കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫസ്റ്റ് ജനറേഷൻ കാലി മോണിറ്റേഴ്സിന് ചെറിയ ആംപ്ലിഫയറിന് ചെറിയ നോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓണായിരിക്കുന്ന സമയത്തൊരു സൗണ്ട് നല്ലപോലെ ഓഡിബിളായിട്ട് കേൾക്കുമായിരുന്നു. അവരുടെ എല്ലാ സീരീസിലും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടില്ല. സോ അതവർ ഇതിനകത്ത് ഫിക്സ് ചെയ്ത് സെക്കൻഡ് ജനറേഷൻ എല്ലാ മോണിറ്റേഴ്സിനും അവരുടെ ആംപ്ലിഫയറിൻ്റെ ഡിസൈൻ മാറ്റി. അപ്പോൾ ആ നോയ്സ് എന്തോ 12 dB എന്തോ കുറച്ചുണ്ട്. ഇപ്പോൾ പ്രാക്ടിക്കലി നോയ്സ് കേൾക്കില്ല. ഇവിടെ ഇങ്ങനെ ചെവി ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ കേൾക്കും, അല്ലാണ്ട് ഇച്ചിരി ദൂരത്തേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കേൾക്കണില്ല. പിന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത് ഈ കോണിൻ്റെ മെറ്റീരിയലാണ്. ഇത് ഫസ്റ്റ് ജനറേഷനിൽ ഒരു റബ്ബർ ഈ ഒരു ഫിനിഷ് ആയിരുന്നു, ഈ സെൻറ്ററിലുള്ള പോലെ. ഇച്ചിരി ലുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, ഒരു റബ്ബർ ഫിനിഷ് പോലെ ആയിരുന്നു. അപ്പോൾ അവർ സെക്കൻഡ് ജനറേഷനിൽ അത് ഒഴിവാക്കി. അതെങ്ങനെ അപ്ഗ്രേഡ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോണിൻ്റെ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ട്രാൻസിയൻസൊക്കെ കുറച്ചും കൂടി അക്യുറേറ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതും പിന്നെ എന്തൊക്കെയോ DSPയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. മെയിനായിട്ട് ഈ 2 ഡിഫറൻസാണ് സെക്കൻഡ് ജനറേഷനിലേക്കുള്ള ചേഞ്ചസ്. സോ ഈ സ്പീക്കറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു 3-way സ്പീക്കറാണ്. എന്ന് വെച്ചാൽ ഒരു ലോ എൻഡ് ഉണ്ട്, 8 ഇഞ്ച് വൂഫറാണ്. ആക്ച്വൽ 8 ഇഞ്ച് ഇല്ല, മെഷർ ചെയ്യുന്ന സമയത്ത് 6.7 എത്രയേ ഉള്ളൂ. പക്ഷേ അത് ഞാൻ നോക്കിയപ്പോൾ എന്തോ 8 ഇഞ്ച് മോണിറ്റേഴ്സ് എന്ന് പറയണതൊക്കെ 8 ഇഞ്ച് സ്പീക്കർ എന്ന് പറയണതെല്ലാം എന്തോ ക്യാബിനറ്റിൻ്റെ സൈസ് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാത്തിനാണോ എനിക്കറിയില്ല. എന്തായാലും ഇതിനകത്ത് 6 പോയിൻറ്റ് സംതിങ്ങേ ഉള്ളൂ വൂഫർ. 4 ഇഞ്ച് മിഡ് റേഞ്ച് ഉണ്ട് ഈ കാണുന്നത്. അതിൻ്റെ നടുവിൽ 1 ഇഞ്ച് ട്വീറ്റർ ഉണ്ട്. സോ അങ്ങനെ 3-way മോണിറ്ററാണ്. പിന്നെ പോർട്ടഡ് ആണ്, സ്ഥിരം കാലി ഓഡിയോൻ്റെ സ്ഥിരം ഡിസൈൻ തന്നെ. പിന്നെ ബാക്കിൽ നമുക്ക് പവർ ഉണ്ട്, പവർ സ്വിച്ച് ഉണ്ട്. ഇൻപുട്ടുകളായിട്ട് XLR ഉണ്ട്, TRS ഉണ്ട്, RCA ഉണ്ട്. ഈ RCA എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഡിപ്പ് സ്വിച്ച് സാധനത്തിൽ ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ ഇത് എനേബിൾ ആവുള്ളൂ. പിന്നെ ബാക്കി ഡിപ്പ് സ്വിച്ചുകൾ സ്ഥിരം എല്ലാ കാലി ഡിസൈനിലുള്ള പോലെ തന്നെ ഈ സ്പീക്കേഴ്സ് എവിടെയാണ് പ്ലേസ് ചെയ്യണതെന്നനുസരിച്ചിട്ട് എനേബിൾ ചെയ്യാനുള്ള കുറേ ഡിപ്പ് സ്വിച്ചുകളാണ്. ഇപ്പോൾ ടേബിളിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിഫ്ലക്ഷൻ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള EQ മൂവുകളൊക്കെയാണ് ചെയ്യണത്. പിന്നെ ഒരു ഹൈ എൻഡ് ലോ എൻഡ് ബൂസ്റ്റും കട്ടും ഉണ്ട്, 2 dB ബൂസ്റ്റ് 2 dB കട്ട്, അതൊക്കെയാണ് ബാക്കിലുള്ളത്. പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ പ്ലാസ്റ്റിക്കാണ്, സൈഡ്സിൽ MDF ആണ്, കട്ടി കുറഞ്ഞ മറ്റേ വുഡ്. പിന്നെ ബാക്കിലൊരു മെറ്റൽ പ്ലേറ്റാണ്, അതിനകത്താണ് ഈ ആംപ്ലിഫയറും കൺട്രോളുകളൊക്കെ ഹോൾഡ് ചെയ്തിട്ടുള്ളത്. കൺസ്ട്രക്ഷനെ പറ്റിയിട്ട് ഞാൻ സൗണ്ടിൻ്റെ കാര്യത്തിൽ ഇത്തിരി പറയാനുണ്ട്. ഇനി ഇതിൻ്റെ സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ, ഇത് ഞാൻ കൊണ്ടുവന്ന് വെച്ച് ആദ്യമായിട്ട് പ്ലേ ചെയ്ത സമയത്ത് എനിക്ക് ഇതിൻ്റെ ഹൈ എൻഡ് കുറച്ച് കുറവായിട്ട് തോന്നി. കുറച്ചൊരു
ഡാർക്കായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ബാക്കിൽ മറ്റേ ഡിപ്പ് സ്വിച്ച് സാധനം വെച്ചിട്ടൊരു 2 dB ബൂസ്റ്റ് ചെയ്ത്. അപ്പോൾ എനിക്കൊരു യൂസ്ഡ് ആയിട്ടുള്ളൊരു റേഞ്ചിലേക്ക് എത്തി. ഹൈ എൻഡ് അത്യാവശ്യം ക്ലീനായിട്ട് വന്ന്. പിന്നെ മെയിനായിട്ട് തോന്നിയത് ഇത് 3 way ആയതുകൊണ്ട് സെപ്പറേറ്റ് മിഡ് റേഞ്ച് ഉണ്ടല്ലോ, മിഡ് റേഞ്ച് അടിപൊളിയായിട്ട് തോന്നി. ഭയങ്കര ക്ലിയർ അക്യുറേറ്റ് ആയിട്ടൊക്കെ തോന്നി. ഒരു സ്പെഷ്യലി ഒരു 1K കൊട്ടക്കണക്കാണ്, ഒരു 1K എബവ് ഉള്ള എല്ലാ ഫ്രീക്വൻസീസും ഹൈ എൻഡ് അടക്കം ഭയങ്കര ക്ലീൻ, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ EQ മൂവുകളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ 1-2 dB കുഞ്ഞി മൂവ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ക്ലീനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാൻസിയൻ കാര്യങ്ങളിലൊക്കെ ചെറിയ കംപ്രഷൻ ആക്ട് ചെയ്യണതൊക്കെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേമാതിരി സ്റ്റീരിയോ ഇമേജ് ഭയങ്കര ക്ലീനായിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വോക്കൽസൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡ്രൈ വോക്കൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സെൻറ്ററിൽ ഫാൻറ്റം ഇമേജിൽ നല്ല അങ്ങനെ വന്നിക്കണായിരിക്കും തോന്നും. പിന്നെ അതേപോലെ ഡെപ്ത്ത് ഭയങ്കരമായിട്ട് നല്ലപോലെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹോൾ റിവേർബൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ശരിക്കും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. സോ ഈ ഭാഗം പൊളിയാണ്. പിന്നെ ലോ എൻഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ലോ പറയുകയാണെങ്കിൽ ഒരു 35-37 ഹെഡ്സ് വരെ പോകുന്നുണ്ട് ലോ എൻഡ്. പക്ഷേ ഒരു 45 തൊട്ടിട്ട് ഇങ്ങനെ സ്ലോപ്പ് ചെയ്തിട്ടാണ് 35ലേക്കൊക്കെ എത്തുന്നത്. അതുകൊണ്ട് ആ ഒരു സബ് വെച്ച പോലെ ഒരു നെഞ്ഞത്തിടിക്കുന്ന ലോ എൻഡ് ഒന്നുമില്ല, അത്രയൊന്നും ഇതിനകത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഉള്ള ലോ എൻഡ് ഒരു 40 ഹെഡ്സ് ആ റേഞ്ചിലൊക്കെ ഉള്ള ലോ എൻഡ് അത്യാവശ്യം നല്ല ക്ലീനാണ്, അറ്റ്ലീസ്റ്റ് ഈ ലിസണിങ് പൊസിഷനിൽ. ഇത് റൂമിനെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ, ഞാൻ ഈ ലോ എൻഡിനെ പറയണത് എസ്പെഷ്യലി, കാരണം റൂമും സ്പീക്കറും ഒറ്റ യൂണിറ്റായിട്ടാണ് വർക്ക് ചെയ്യുക. സോ സാധാരണ ഈ കിക്ക് ഡ്രം, അതേപോലെ ബേസ് ഗിറ്റാർ, അതേപോലെ അവിടെയൊക്കെ ഉണ്ടാകുന്ന ക്ലാഷുകൾ, അവിടെ എന്താ നടക്കണമെന്നൊക്കെ ഉള്ളത് ഈ റൂമിൽ ഞാൻ ഈ ഇരിക്കുന്ന പൊസിഷനിൽ നല്ല ക്ലീനായിട്ട് മനസ്സിലാവുന്നുണ്ട്. എല്ലാം അത്യാവശ്യം എന്തെങ്കിലും ക്ലാഷ് ഉണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ട്, അവിടെ എന്താ നടക്കണമെന്നുള്ളതും നോട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്ലീനായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ലോ എൻഡ് ഭയങ്കര ടൈറ്റാണ്. ചില ഈ പോർട്ടഡ് സ്പീക്കറുകളുടെ കുഴപ്പം തന്നെ കഴിഞ്ഞാൽ ലോ എൻഡ് കുറച്ചും കൂടി ഒരു ലൂസായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കിക്ക് ഡ്രം ഒരു എന്നുള്ള കിക്കാണെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് പ്ലേ ചെയ്യുന്ന സമയത്തൊരു ഒരു ഇച്ചിരി ഒരു ലെങ്ത്ത് കൂടും. അത് ഈ വൂഫർ കിടന്നിങ്ങനെ സൗണ്ട് നിന്ന് കഴിഞ്ഞാലും കുറച്ച് നേരം കൂടി വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ ഇത് അറ്റ്ലീസ്റ്റ് ഈ പൊസിഷനിൽ ഇരുന്ന് കേൾക്കുന്ന സമയത്ത് ലോ എൻഡ് അത്യാവശ്യം നല്ല ടൈറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ റൂമിൻ്റെ ബാക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ലോ എൻഡ് ബിൽഡപ്പ് റൂമിൻ്റെ കാര്യമൊക്കെ വന്നിട്ട് ഇത്തിരി ലൂസായിട്ട് ആ സമയത്ത് നമുക്ക് ഇത്തിരി സബിൻ്റെ മാതിരിയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ. അതേ ഞാൻ പറഞ്ഞ ലോ എൻഡ് റൂമിനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഒരു ലോ മിഡ് ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന സമയത്താണ് ഇച്ചിരി കാര്യങ്ങൾ പറയാനുള്ളത്. ലോ മിഡ് എന്ന് പറയുമ്പോൾ ഒരു 100 തൊട്ടിട്ടുള്ള ഒരു 600 റേഞ്ചിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സോ ഫസ്റ്റ് ഈ 100-200 റേഞ്ചിൽ എനിക്കിച്ചിരി പ്രശ്നങ്ങൾ തോന്നി. അത് 90% എൻ്റെ റൂമിൻ്റെ പ്രശ്നമായിരിക്കും. എനിക്ക് ഇവിടെ ഒരു ഭീമാകാരനായിട്ടുള്ളൊരു ടേബിളും ഉണ്ട്. ആ ടേബിൾ ഫുള്ള് പ്ലൈവുഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയില്ല. അപ്പോൾ അതിൽ നിന്നുള്ള റിഫ്ലക്ഷനും അതിൻ്റെ റെസണേഷനൊക്കെ ആ ഒരു റേഞ്ചിലായിരിക്കും വരാൻ ചാൻസ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ആ ഒരു റേഞ്ചിലൊരു 100-200 റേഞ്ചിലൊരു ഇച്ചിരി ഒരു മഡി ക്ലൗഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അത് ഞാൻ പറഞ്ഞാൽ തന്നെ 90% എൻ്റെ റൂമിൻ്റെയും ഈ ടേബിളിൻ്റെയൊക്കെ ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ അത് ഞാൻ സ്പീക്കറിനെ പറയണില്ല. പിന്നെ ഒരു 300-600 റേഞ്ച്, ഇതൊക്കെ ഞാൻ കൊട്ടക്കണക്ക് പറയണ കേട്ടോ. ആ ഒരു റേഞ്ചിൽ ഇതേപോലെ ഇച്ചിരി ഒരു ക്ലാരിറ്റി കുറവ് തോന്നി. പക്ഷേ അത് ഇതിൻ്റെ റിവ്യൂസ് ഒരുപാട് വായിച്ച സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ആ പ്രശ്നമുണ്ട്. അതിന് മെയിനായിട്ടുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ കൺസ്ട്രക്ഷൻ ഭയങ്കര ചീപ്പ് മെറ്റീരിയൽസാണ് യൂസ് ചെയ്തുള്ളത്. ഇത് ഫ്രണ്ടിൽ കട്ടില്ലാത്ത പ്ലാസ്റ്റിക്കും സൈഡിൽ കട്ടില്ലാത്ത MDF ആണ്. അപ്പോൾ ഇത് ഒട്ടും ഇനേർട്ടല്ല, എന്ന് വെച്ചാൽ ക്യാബിനറ്റ് കിടന്ന് റെസനേറ്റ് ചെയ്യുന്ന പ്രശ്നമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ അറിയാം. ഞാൻ മുട്ടണ സമയത്ത് നമുക്ക് ആക്ച്വലി വേണ്ടത് ഭയങ്കര ന്യൂട്രലായിട്ടുള്ള സൗണ്ടാണ്. മൂലക്കിൽ മുട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ടക്ക് 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 എന്നുള്ള സൗണ്ട് വേണ്ടത്. ഈ ഒരു സൗണ്ടാണ് നമുക്ക് എല്ലായിടത്തും വേണ്ടത്. പക്ഷേ ഇത് ആക്ച്വലി ഒരു റെസനേറ്റ് ചെയ്യും, ഒരു ഊ സൗണ്ട് കേൾക്കണേക്കെ ഞാൻ മുട്ടുമ്പോൾ കേൾക്കുമെന്ന് വിചാരിക്കുന്നു. കാക്ക കരയണ്ടെക്ക് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.
ഫ്രണ്ടിലും ഉണ്ട്, ഈ വുഡിൻ്റെ ആ പോർഷനിലും ഉണ്ട് ഈ പ്രശ്നം. ഒരുമാതിരി റെസനേറ്റ് ചെയ്യുന്ന സീന്. അപ്പോൾ ആ സീന് കൊണ്ട് ആണ് സ്പീക്കറിൽ ആ റേഞ്ച് ഫ്രീക്വൻസീസിൽ ഇച്ചിരി ഒരു ക്ലാരിറ്റി കുറവുണ്ടെന്ന് ഞാൻ ഒരുപാട് റിവ്യൂസിലും വായിച്ചു. അപ്പോൾ അതിൻ്റെ റൂമിൻ്റെ പ്രശ്നം മാത്രമല്ല, ആക്ച്വലി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഇത്തിരി ചീപ്പായതുകൊണ്ടാണ്. അതവർ വില കുറയ്ക്കാൻ വേണ്ടി ചെയ്തായിരിക്കും, പക്ഷേ അതൊരു പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറയുമ്പോൾ അങ്ങനെ അൺയൂസബിൾ റേഞ്ചൊന്നും അല്ല കേട്ടോ. ഒരു 100 to ഇപ്പോൾ പറഞ്ഞ ഈ 300 to 600 റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ നോട്ടീസ് ചെയ്യുക അവിടെ അങ്ങനെ ഭയങ്കര ദുരന്തമാണെന്ന് അങ്ങനെ ഒറ്റയടിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെ മനസ്സിലാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ ആ റേഞ്ചിൽ എന്തെങ്കിലും ചെറിയ EQ മൂവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരും. അതെനിക്ക് ഒരു കോൺഫിഡൻ്റ് ആയിട്ടൊരു മൂവ് ചെയ്യാൻ പറ്റണില്ലല്ലോ, അങ്ങനത്തെ ഒരു ഇച്ചിരി ഒരു ക്ലൗഡി സിറ്റുവേഷൻ വരുന്നേ ഉള്ളൂ. അല്ലാണ്ട് വലിയ സീനൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞ കേട്ടോ, അല്ലാണ്ട് യാതൊരു സീനൊന്നുമില്ല. ബാക്കി സാധനങ്ങളൊക്കെ അത്ര അടിപൊളി ആയതുകൊണ്ട് ഈ റേഞ്ചിൽ മാത്രം ഇച്ചിരി ഒരു ക്ലൗഡി ആയിട്ട് ഫീൽ ചെയ്ത്, അത്ര മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ ആ 100 to 200 റേഞ്ച് എൻ്റെ റൂമിൻ്റെയും ടേബിളിൻ്റെയൊക്കെ സീനായിരിക്കും. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ആ ഒരു ഓവറോൾ റേഞ്ച് ആ ഒരു 200 to 600 ആ റേഞ്ചിലാണ് ഇച്ചിരി ഒരു പ്രശ്നം ഉള്ളതായിട്ട് തോന്നിയുള്ളത്. പിന്നെ ഏറ്റവും സബ് ലോ ഭാഗങ്ങൾ ഇപ്പോൾ നിങ്ങൾ EDM 808 ഒക്കെ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിനകത്തുനിന്ന് അക്യുറേറ്റായിട്ട് കിട്ടൂല. അപ്പോൾ അതിനൊന്നെങ്കിൽ നിങ്ങൾ സബ് വെക്കേണ്ടി വരും. അല്ല, അത് അത്ര പ്രാക്ടിക്കലും അല്ല. എന്ന് വെച്ചാൽ ലോ എൻഡ് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സീനാണ്. അതിനെക്കാട്ടും നല്ല ഹെഡ്ഫോൺസ് വെച്ചിട്ട് ആ റേഞ്ചൊക്കെ മോണിറ്റർ ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്. ലോ എൻഡ് ഞാൻ പറഞ്ഞ സബ് ആ ഒരു 25 to 30 ഹെഡ്സ് ആ റേഞ്ച്. അത്രയൊക്കെ ഉള്ളൂ പറയാൻ ഈ സാധനത്തിനെ പറ്റിയിട്ട്. പിന്നെ അതിൻ്റെ ക്രോസ് ഓവർ പറയാനാണെന്നുണ്ടെങ്കിൽ ലോ എൻഡ് 250 ഹെഡ്സിൽ മിഡ് റേഞ്ചിലേക്ക് കൊടുക്കും. മിഡ് റേഞ്ച് എനിക്ക് തോന്നുന്നു 3.5 kHz എന്നാണ് തോന്നുന്നു ട്വിറ്ററിലേക്ക് ക്രോസ് ഓവർ ചെയ്യണം. പിന്നെ എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളത്? പിന്നെ ഇവിടെ ഒരു LED ഉണ്ട്. പിന്നെ ഇതിൻ്റെ ട്വിറ്റർ നല്ല പൊളി സാധനമാണ്. ഞെക്കി കഴിഞ്ഞാൽ റിട്ടേൺ വരും. മറ്റേ ചെറിയ കുട്ടികളൊക്കെ വന്നിട്ട് ഞെക്കി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയി പോകില്ല ചില സ്പീക്കേഴ്സ്. ഇതിന് അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ ഇതിന് ബോക്സിൽ എന്തൊക്കെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മിനിമലാണ്. ബോക്സിൽ ഈ സ്പീക്കർ ഒരു പേജുള്ള ഒരു മാനുവൽ, അതിനകത്ത് ഫുള്ള് ചിത്രം വെച്ചിട്ടാണ് കാണിക്കുന്നത്. വലിയ ഒരുപാട് ലാംഗ്വേജൊന്നും തോന്നുന്നില്ല. പിന്നെ ഒരു പവർ കേബിൾ വരും. പിന്നെ കുറേ ഒരു പൊട്ട് പോലത്തെ ചില റബ്ബർ ഫീറ്റുകൾ വരും. ഇതിൻ്റെ അടിയിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ വല്ല ഹാർഡ് സർഫേസിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഐസൊലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. വലിയ ഗുണമുള്ള സാധനമൊന്നുമല്ല, എന്നാലും ആ ഒരു പാക്കറ്റും വരും. അത്രയേ ഉള്ളൂ ഇതിനകത്ത് ബോക്സിൽ വരുന്ന സാധനങ്ങൾ. സോ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നൈസ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. മിഡ് റേഞ്ച് പൊളി സാധനം, ലോ എൻഡ് നല്ല ടൈറ്റാണ്, നല്ല അക്യുറേറ്റാണ്. പിന്നെ എനിക്ക് ആകെ പ്രശ്നമുള്ളത് ആ ഒരു ലോ മിഡ് ഭാഗത്താണ് ഇച്ചിരി പ്രശ്നം എന്ന് പറയാൻ എനിക്ക് തോന്നിയത്. അത് ഞാൻ വേറെ റിവ്യൂവും കൂടി വായിച്ചപ്പോഴാണ് എനിക്ക് അതിൻ്റെ ചെവിൻ്റെ കുഴപ്പമില്ല എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനത്തെ സീനുണ്ട്. പിന്നെ എനിക്കിവിടെ ഇച്ചിരി ചേഞ്ചസുകളൊക്കെ വരുത്താനുണ്ട്. അതുകൊണ്ട് ഞാൻ ലോങ് ടേം റിവ്യൂ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്റ്റിൽ യൂസ്ഡായി വരുന്നേ ഉള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ്.